അസ്സലാമു അലൈക്കും. ചെറിയൊരു ലൈഫ് സ്റ്റോറിയാണ്. സാദിയോ മാനെ, ഈ പേര് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. സെനഗലിൻ്റെ തെക്കേ അറ്റത്തുള്ള കസാമനസ് നദിക്കരയിലുള്ള ബൻബേലി എന്ന ഗ്രാമത്തിൽ 1992 ഏപ്രിൽ 10 മാനെ ജനിച്ചത്. സാദിയോ മാനയുടെ ബൂട്ടിൽ നിന്നൊരു പന്ത് എതിർവല ചുംബിക്കുമ്പോൾ അതിനൊപ്പം മെലിഞ്ഞ് കുലനിരയുള്ള ഒരു 15-കാരൻ പയ്യൻ്റെ കിതപ്പും കേൾക്കാനാകും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് സെനഗലിൻ്റെ തെക്കേ അറ്റത്തുള്ള ബൻബേലി എന്ന ഗ്രാമത്തിൽ നിന്നും 317 കിലോമീറ്റർ അകലെയുള്ള ദാക്കറിലേക്ക് ഓടിപ്പോയ ഒരു പയ്യൻ്റെ കിതപ്പ്. കൂട്ടുകാരൻ നൽകിയ പണവുമായുള്ള ആ ഒളിച്ചോട്ടത്തിന് പിന്നിൽ എങ്ങനെയെങ്കിലും ഒരു ഫുട്ബോൾ താരമാകണമെന്ന തീക്ഷ്ണമായ ആഗ്രഹമായിരുന്നു. ഒരാഴ്ചയോളം മകനെ കാണാതെ വിഷമിച്ച അവൻ്റെ അമ്മയോട് ഒടുവിൽ കൂട്ടുകാരൻ സത്യം പറയേണ്ടി വന്നു. അവനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ദൗത്യം അമ്മ അവൻ്റെ ചേട്ടനെ ഏൽപ്പിച്ചു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ ബാൻബേലിയിൽ തന്നെ തിരിച്ചെത്തി. പക്ഷേ ആ ഒളിച്ചോട്ടം ഒരു തുടക്കമായിരുന്നു. ലോകമറിയുന്ന സാദിയോ മാനെയെന്ന ഫുട്ബോൾ താരത്തിലേക്കുള്ള ഒരു സെനഗലുകാരൻ്റെ വളർച്ചയുടെ തുടക്കം. അതെ, ആ 15-കാരൻ വളർന്നു. ഇന്ന് കോടിയുടെ ആസ്തിയുമുണ്ട്. പക്ഷേ വളർന്നു വന്ന തൻ്റെ നാടിനെ മറന്നില്ല, തൻ്റെ ജനതയെ മറന്നില്ല. അവരുടെ കഷ്ടപ്പാടിൽ കൂടെയുന്നു. ഇന്ന് കോടിയോളം ആസ്തിയുണ്ടെങ്കിലും തൻ്റെ രാജ്യത്തിന് വേണ്ടി, തൻ്റെ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ആ താരം ചെയ്യുന്നുണ്ട്. എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. പക്ഷേ തുടർന്നു പോയാൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകുമെന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടം കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.